ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് വീണ്ടും യമൻ ഇസ്രായേലിനെ ആക്രമിച്ചു. രണ്ടിലധികം തവണ ഇസ്രായേലിന്റെ ബെൻഗൂരിയൻ എയർപോർട്ടിന് നേരെ ആക്രമണമുണ്ടായി എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ സ്ഥിരീകരിച്ചു. നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം തുടരുന്നതിനിടയിൽ തന്നെയാണ് എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ശക്തമാക്കി ആയിരിക്കുന്നത്. ഈ മേഖലയിൽ ഈ മിസൈൽ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇസ്രായേൽ സർക്കാർ ചെയ്യുന്ന പോലെ തന്നെ താൽക്കാലികമായി എയർപോർട്ട് അടക്കുകയും പിന്നീട് പ്രശ്ന വിഷയങ്ങളൊക്കെ അവസാനിക്കുന്ന സമയത്ത് തുറക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത്. ഇപ്പോഴും അങ്ങനെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആകാശവും കടലും ആകപ്പാടെ കീഴടക്കിക്കൊണ്ടുള്ള അക്രമ പരമ്പര തന്നെയാണ് യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ അവരുടെ പ്രധാനമന്ത്രി അടക്കം ഉന്നതർ കൊല്ലപ്പെട്ടതിന് ശേഷം നടക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ചെങ്കടലിൽ കൃത്യമായിരിക്കും നിരീക്ഷണം നടത്തുന്നു എന്നതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ, അതായത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ അപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് എന്നതിനാൽ കൃത്യമായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകൾ എല്ലാം ഭയപ്പാടിലാണ്. അവരിപ്പോൾ ഏത് തരത്തിൽ നീങ്ങണം എന്ന കാര്യത്തിൽ വലിയ കൺഫ്യൂഷനും പ്രയാസവും അനുഭവിക്കുന്നു. ചെങ്കടൽ മാത്രമല്ല, മെഡിറ്ററേനിയൻ കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും അറബിക്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും എല്ലാം അക്രമം നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പും ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുടെ അതിർത്തിയോട് ചേർന്നുകൊണ്ടാണ് ഒരു കപ്പൽ ആക്രമണം നടത്തിയത്. അത് ഏകദേശം 1400 കിലോമീറ്റർ എങ്കിലും യമനിൽ നിന്ന് വ്യത്യാസമുള്ള ഭൂമികയാണ്, അല്ലെ ദേശമാണ്. ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തങ്ങളുടെ അതിർത്തിയുമായിട്ട് പങ്കിട്ട പ്രദേശത്തിൽ മാത്രമല്ല, അതല്ലാത്ത ഇടത്തിലും ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുമായി ബന്ധപ്പെട്ട് തങ്ങൾ തീർച്ചയായിട്ടും ആക്രമിക്കും എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ രൂക്ഷമായിരിക്കുന്ന ആക്രമ രീതികൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ യമനിൽ നിന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് എല്ലാവിധ വിശ്രമങ്ങളും കഴിഞ്ഞിരിക്കുന്നു, ഇനി യുദ്ധമുനമ്പിലാണ്. ഇതുവരെ തങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു പരീക്ഷണം നടത്തുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പുതുതായിരിക്കുന്ന കുറച്ച് ആളുകളെയൊക്കെ സൈനിക ട്രൂപ്പിലേക്ക് ചേർത്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് എന്നും അവിടെ നിന്നുള്ള ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് യമൻ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിലവിലുള്ള അവിടുത്തെ സർക്കാർ, യമൻ സർക്കാരും ഹൂത്തികളും സംയുക്തമായിട്ട് നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതൊരു കാര്യം, തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി കയറിയിട്ടുള്ള അക്രമത്തെ ഒരിക്കലും ന്യായീകരിക്കില്ല. അത് അമേരിക്ക ആക്രമിച്ച സമയത്തും യമൻ്റെ ഗവൺമെൻറ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. യമൻ്റെ ഗവൺമെൻറ്റും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ്, അവർ നയതന്ത്ര ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ്. എന്നാൽ വിമതപക്ഷമായിരിക്കുന്ന അല്ലെങ്കിൽ സെന അടക്കമുള്ള പ്രദേശത്തിൻ്റെ നിയന്ത്രണമുള്ള ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ശത്രു രാജ്യമാണ്. മുൻപ് അറബ് രാജ്യങ്ങളെല്ലാം യമനെതിരെ, അതായത് ഈ ഹൂത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഈ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അല്ലെങ്കിൽ സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. ഹൂത്തികളും ഇവരും തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതി ഉണ്ടാവാനുള്ള കാരണം യമൻ എന്ന് പറയുന്ന ഔദ്യോഗികമായിരിക്കുന്ന സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ സഹായം തേടിയപ്പോൾ തിരിച്ച് സഹായിച്ച് എന്നുള്ളതാണ്. അത് അമേരിക്കയുമായിട്ടുള്ള ബന്ധപ്പെട്ടും ഈ കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ രീതികൾക്കൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. മുൻപത്തെ കഥകളെക്കുറിച്ചും മറ്റുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ യുദ്ധവിരാമത്തിന് ശേഷം നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അകത്തേക്ക് കടന്നു കയറിയുള്ള കയ്യേറ്റങ്ങൾ വലിയ രീതിയിലുള്ള ഇടപെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള സ്വാധീനം ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയോ അതല്ലെങ്കിൽ ഇറാഖിൽ നടന്ന സംഭവത്തിന് തത്തുല്യമായിരിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാവുകയും ചെയ്യും. ഈ മേഖലയിൽ ഒരു നിയന്ത്രണം ഇസ്രായേൽ ഉണ്ടാവുക, അമേരിക്കക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരെല്ലാ കാലത്തും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഉണ്ടാവാറില്ല. കാര്യം യമനികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ കാലത്തും പോരാട്ട വീര്യമുള്ളവരാണ്. മതപരമായിരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് താല്പര്യമില്ലാത്ത വിഭാഗമാണ് എന്നതിനാൽ അവരെ കീഴടക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചിട്ടില്ല. അത് 2023 ഹമാസിന്റെ അക്രമത്തിന് ശേഷം നടന്നിരിക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും വിലയിരുത്തുന്ന സമയത്ത് അതൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും ഒടുവിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മധ്യസ്ഥ കരാർ പ്രകാരമാണ് യമനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തൽ കരാറുണ്ടാക്കിയത്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ അപമാനം ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അവർ പറയുന്ന കാര്യം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടവും തങ്ങൾക്കുണ്ടാകുന്നു. ലോകത്തിന് മുൻപിൽ അപഹാസ്യരാകുന്നതിനേക്കാണ് നല്ലത് കരാർ വ്യവസ്ഥയിലൂടെ പ്രശ്നം തീർക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒമാൻ്റെ നേതൃത്വത്തിൽ യമനും അമേരിക്കയും തമ്മിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി വലിയ മാറ്റം വന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്
യമന്റെ അകത്ത് കയറിക്കൊണ്ട് ഇസ്രായേൽ അവിടുത്തെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ വധിച്ചത്. ആ വധിച്ചതിന് ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസത്തോളം ഒരു വിശ്രമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നീട് ശക്തമായിരിക്കുന്ന ആക്രമണമാണ്. പല സീപോർട്ടുകൾ, ഈ എയർപോർട്ട്, എല്ലാ മേഖലകളിലും ഒരു മുന്നറിയിപ്പ് ഇതിന് മുൻപ് തന്നെ യമൻ നൽകിയിട്ടുണ്ട്. തങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കും. അത് ഏത് സമയത്തൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പകലിനെ രാത്രി തങ്ങൾ പകലാക്കും. രാത്രിയിൽ സൂര്യൻ ഉദിക്കുന്ന സ്ഥിതിവിശേഷം പല ഇസ്രായേലി നഗരത്തിലും തങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചത്. ഏറെക്കുറെ അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും മിസൈൽ ആക്രമണം നടക്കുന്നു. 2-ലധികം മിസൈലുകൾ ഇവിടെ സൗദി അറേബ്യയുടെ അതിർത്തിയിൽ തകർന്നു വീണത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തതാണ്. അത് ആ മേഖലയിലൂടെയും ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും സിറിയൻ മേഖലയിലൂടെ ഒക്കെ ആക്രമണം നടക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഈ താഡ് സിസ്റ്റം UAE നിന്ന് ഇസ്രായേലിലേക്ക് അമേരിക്ക എത്തിച്ചിട്ടുണ്ട്. ആ താഡ് സിസ്റ്റത്തിനും പ്രതിരോധം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധമാണ് യമന്റെ ഹൈപ്പർസോണിക്കിൻ്റെ ശക്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അയൺ ഡോമിനെ സംബന്ധിച്ചിടത്തോളം അയൺ ഡോം ചെറിയ ചെറിയ മിസൈലുകളല്ലാതെ മറ്റൊന്നും വലിയ രീതിയിലുള്ള അതിമാരകവും വേഗത്തിൽ പറന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ളതുമായിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല. താഡ് സിസ്റ്റം കൊണ്ടുവന്ന് അത് അമേരിക്കൻ നിർമ്മിതമാണ്. അതിനും ഒരു പരിധി വരെ മാത്രമേ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കൂ. ആയതിനാൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രതീക്ഷകളൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മാത്രവുമല്ല, രാജ്യത്തിനകത്തുള്ള പൗരന്മാർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന കാര്യത്തിൽ 100% അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ഇത് സർക്കാരിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന യുദ്ധം എന്നല്ലാതെ ജനകീയപരമായിട്ടോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല. അങ്ങനെയാണെങ്കിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അടിസ്ഥാനമായിട്ട് അവർ പറയേണ്ടത്. അത് പറയുന്നേ അല്ല. ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളൊരു വിഷയമല്ല. കഴിഞ്ഞ ദിവസം 4 സൈനികരെ തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോയിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ ചർച്ച പോലും ചെയ്യുന്നില്ല. അപ്പോൾ അവരെവിടെ ഉണ്ട്, ജീവനോടെ ഉണ്ടോ ഇല്ലേ, അവരവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള സൈനികർക്ക് ഇത് മാനസികപരമായ രീതിയിൽ വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെ പുതിയ സംവിധാനത്തോടു കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ, അത് ചരക്ക് കപ്പലാണെങ്കിലും പെട്രോളിയം കപ്പലാണെങ്കിലും മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമായിട്ട് ഏത് ഭാഗത്തുനിന്ന് പോവുകയാണെങ്കിലും കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചു കൊണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം വിവരം നൽകാൻ വേണ്ടിയിട്ട് റഷ്യ വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്നു. അതായത് ഇപ്പോൾ എങ്ങനെയാണോ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക നടത്തുന്നത്, സമാനമായ രീതിയിൽ ഹമാസിനെ സഹായിക്കാൻ വേണ്ടി, ഈ യൂത്തുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് റഷ്യ നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ കിട്ടിയാൽ വളരെ കൃത്യമായ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് യമനിലുള്ള പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ ഇസ്രായേൽ വധിച്ചത്. അത് അമേരിക്ക അവരെ സഹായിച്ചതാണ്. ലിബിയൻ പ്രസിഡന്റായിരുന്ന കേണൽ ഗദ്ദാഫിയെ അമേരിക്ക പിടികൂടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ഇതേ പറയപ്പെട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ നിരീക്ഷിക്കുന്ന സൈനികർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് അവർ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രിപ്പോളിയിൽ നിന്ന് യാത്ര തിരിക്കുന്നതിനിടയിൽ ബോംബ് സ്ഫോടനം നടത്തുന്നു. അത് കാറുകളൊക്കെ ചിതറിപ്പോകുന്നു. അവിടെ ഈ ലിബിയയുടെ പ്രസിഡന്റ് ഗദ്ദാഫി രക്ഷപ്പെടുന്നു. അയാൾ ഓടിയിട്ട് പച്ചക്കറി മാർക്കറ്റിലൊക്കെ അഭ്യർത്ഥിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ. ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ യമൻ നടത്തിയിരിക്കുന്ന വലിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് തങ്ങളുടെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിച്ചത് എന്ന് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ചോർന്നിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രി അടക്കം ഉന്നതരുടെ പേഴ്സണൽ സ്റ്റാഫ് ഉപയോഗിച്ച മൊബൈലിൻ്റെ റേഞ്ച് നോക്കി പോലും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും നിലവിൽ എങ്ങനെ അതിജീവിക്കണം എന്ന് അറിയാത്ത രീതിയിൽ വലിയ മാനസിക പ്രയാസത്തിലാണ് ഇസ്രായേൽ സർക്കാർ എന്നുള്ളത് കൃത്യമാണ്. സർവ്വ മേഖലയിലും സീപോർട്ട് ഉപയോഗിച്ചും എയർപോർട്ടും മറ്റ് ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന മേഖല കേന്ദ്രീകരിച്ച് പോലും ഭാവിയിൽ രൂക്ഷമായിരിക്കുന്ന ആക്രമണം യമനിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പ് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നു. അതിന് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ആശങ്ക യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.